മീരാബായിക്ക് ശേഷം അല്ലെങ്കിൽ കബീർദാസിന് ശേഷം ഭക്തിമാർഗത്തില് എൻലൈറ്റ്മെന്റ് അല്ലെ ദൈവികമായിട്ടുള്ള ഒരവസ്ഥയിൽ എത്തുക എന്നുള്ളത് വളരെ റെയർ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിൽ. അത് ഇവൻ നമ്മുടെ നാട്ടിലെ ഗുരുക്കന്മാർ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ആൻസറായിട്ടാണ് ഇന്നത്തെ പേഴ്സണാലിറ്റിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഇന്നത്തെ പ്രസന്റ് ഡേയിൽ ഭക്തിമാർഗത്തിലൂടെ, അത് ചിലപ്പോൾ മുജന്മ സംസ്കാരമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ആ ഒരു ദിവ്യാത്മ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ലക്ഷ്മിയാണ്. ലക്ഷ്മി ഓസ്ട്രേലിയയിലാണുള്ളത്. നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ലക്ഷ്മി, വെൽക്കം. രാധേ രാധേ കൃഷ്ണ. ലക്ഷ്മിയെ പറ്റി ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് പല ഇതിലേക്ക് പോവാം. എൻ്റെ പേര് വിജയലക്ഷ്മി എന്നാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഞാനൊരു ഡോക്ടറാണ്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഓൾറെഡി ഈ വലിയ വലിയ യോഗികളും വലിയ വലിയ ഭക്തരും ഒക്കെ എവിഡൻസ് സഹിതം പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ എന്താ പറയാ, ഒരു നല്ലൊരു പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി ചേർത്ത് വെച്ചേക്കുക. അപ്പം അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലൊരു കാര്യമാണ് എൻ്റെ സ്പിരിച്വൽ ജേർണി ഞാൻ ഇവിടെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ നോക്കുന്നത്. എന്താ വെച്ചാൽ ഓൾറെഡി ഈ ഇന്റർവ്യൂവിന്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റും എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ഞാൻ എന്താ പറയണ്ടേന്ന് പോലും ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള ഒരു റോൾ എനിക്കെന്ന് വെച്ചാല്, നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ വലിയ കൊലപാതക കേസ്, അതിൻ്റെ അകത്ത് മെയിൻ എവിഡൻസ് ഓൾറെഡി ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞു, കൊന്നത് ആരാന്ന് വരെയെന്നുള്ള കണ്ടുപിടിച്ചു. പക്ഷെ ചെറിയ ആളുകൾ കാണുമല്ലോ അതിന്റെ സൈഡിൽ കൂടെ, ഇന്ന ആൾ ആ റൂമിൽ കയറി പോകുന്ന കണ്ടു എന്ന് പറയാൻ, അത് പറഞ്ഞില്ലേലും കുഴപ്പമില്ല, പറഞ്ഞാലും വലിയ എഫക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. അതുപോലെ ഉള്ള എൻ്റെ കുറച്ച് സ്പിരിച്വൽ ജേർണി എക്സ്പീരിയൻസസ്, അത് അങ്ങനെ ഞാൻ എൻ്റെ റോളിനെ കാണുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നും എനിക്ക് അമേരിക്കയിലുള്ള ജിനുവിനെ ഒന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഇവിടെ വരണമെങ്കിൽ ഭഗവാന് വേറെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. അപ്പൊ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് അനുഭവങ്ങൾ വരാം. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കേൾക്കുന്ന വിശ്വാസങ്ങൾ ശരിക്കും സത്യമായ അനുഭവങ്ങളായി മാറുമ്പോൾ എങ്ങനായിരിക്കും എന്ന് സാധാരണക്കാരായ ഭക്തന്മാരെ അറിയിക്കാനായിരിക്കും എന്റെ ജോലി ഇതില്. അതാണ്. ലക്ഷ്മി, ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഈ ഫോറം എന്ന് പറയുന്നത് മറ്റുള്ളതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ്. ഇത് നിങ്ങളുടെ ഒരു ഷോയാണ്, നിങ്ങളുടെ ഒരു ഫോറമാണ്. ഓക്കെ, നിങ്ങൾ എന്ന ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ ലോകത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു ഫോറമാണ്. സോ ഫീൽ ഫ്രീ, ഫീൽ കംഫർട്ടബിൾ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ ഓൺ ഫാമിലി മെമ്പറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് സംസാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ലക്ഷ്മി? ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ? എങ്ങനെ വേണം? ഹൗ ഡു യു വാണ്ട് മീ? ഓർഡറിൽ തന്നെ പറഞ്ഞു പോവാം. ശരി ശരി, തുടങ്ങിക്കോളൂ. എവിടുന്നാണ് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ജേർണിയുടെ തുടക്കം? അപ്പം കുഞ്ഞിലെ ഒരു 4-5 വയസ്സ് വരെ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. അപ്പൊ എൻ്റെ അമ്മയും അമ്മൂമ്മയും പറഞ്ഞുള്ള അറിവാ, അധികം സംസാരിക്കത്തില്ല. അമ്മ ഈ ഡോറിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിക്കത്തുള്ളൂ. സംസാരം വളരെ കുറവായിരുന്നു. അപ്പൊ നാട്ടില് ഗൾഫിലായിരുന്നു, ഞാൻ അബുദാബിയിലായിരുന്നു. അപ്പൊ എൻ്റെ അമ്മൂമ്മയെ കാണാൻ, അച്ഛൻ്റെ അമ്മയെ കാണാൻ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് കുറച്ച് പേര് ചെന്നായിരുന്നു, നാട്ടിൽ ചെന്നു. അപ്പം അവരുടെ അടുത്ത് ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് അമ്മൂമ്മ ചോദിച്ചു, ലക്ഷ്മി മോൾ എങ്ങനെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നോ, മിടിക്കാണോന്ന് ചോദിച്ചു. അപ്പൊ അവരിങ്ങനെ ഉടനെ പറഞ്ഞു, ആ കുട്ടി പൊട്ടിയാന്ന് തോന്നുന്നു, അധികം ഒന്നും സംസാരിക്കുന്ന കേട്ടിട്ടില്ല എന്ന്. എന്നിട്ട് അവരങ്ങ് പോയി. പക്ഷെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഫോണും ഒന്നും ഇല്ലാത്ത സമയം. അപ്പൊ ഇവർക്ക് ഇത് അറിയത്തില്ല എന്താ സംഭവം നടക്കുന്നത് എന്നൊക്കെയുള്ള. അതിങ്ങനെ അമ്മൂമ്മയും പറഞ്ഞുള്ള അറിവാണ് എനിക്ക്, അല്ലാതെ. അപ്പോ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ, അതിപ്പം ഏറ്റവും ചെറുതിലേ ഉള്ള കാര്യമാണെങ്കിലും പോലും നമുക്ക് ദൈവം അതിങ്ങനെ മായാതെ വെച്ചേക്കും. ചില ഇങ്ങനെ
ഒക്കെ ഒരു ജേർണി വരും, പിന്നീട് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയായിരിക്കാം ഭഗവാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി ഇങ്ങനെ മറക്കത്തില്ല അത്. അങ്ങനെയുള്ള ഒരു 2 ഇൻസിഡന്റ് ഉണ്ട്. ഒരു 4 വയസ്സൊക്കെ ആയിരിക്കും. ഞാൻ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുവാണ്, ഞാൻ നിലത്ത് കിടന്ന് കരയുവാണ്. കരയുമ്പം എനിക്ക് കാണുന്നത് നമ്മുടെ കതകും ആ ഫ്ലോറും തമ്മിൽ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, കുഞ്ഞൊരു ഗ്യാപ്പ്, ഒരു കീ ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഗ്യാപ്പ്. അപ്പൊ ഞാൻ കരയുമ്പം ആ കീയുടെ അവിടുന്ന് ഒരു ജ്യോതി, ഒരു നല്ല ലൈറ്റ് പോലെ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ അടുത്തോട്ട് വരും. അപ്പൊ ഞാൻ കിടക്കുവാണ്. അപ്പൊ എന്റെ കൃഷ്ണമണിയുടെ അടുത്തെത്തി. അതായത് അത്രയും ടൈനി സൈസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പൊ ഞാൻ നോക്കുമ്പം പുലിപ്പുറത്ത് ഒരു സ്ത്രീ ഇരിക്കുവാണ്. അപ്പൊ അവര് വന്നിട്ട് എന്റെ അടുത്ത് പറയുന്നത് എന്താ വെച്ചാല്, മോള് വിഷമിക്കണ്ട, എപ്പോഴും ഏതവസ്ഥയിലും ഞാൻ കൂടെ കാണും എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കറിയത്തില്ല ഇവരെന്തുവാന്ന്. പിന്നെ അന്ന് അമ്മ പറഞ്ഞ വെച്ചാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഇതില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ പിന്നെ രാവിലെ എഴുന്നിട്ട് അത് ചോദിക്കുന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞൊരു കുറച്ച് നാള് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു എന്തോ സ്വപ്നം കണ്ടപ്പം ഞാൻ ഇങ്ങനെ കരഞ്ഞപ്പോ അച്ഛൻ ഇങ്ങനെ എടുത്ത് നെഞ്ചത്തോട്ട് കിടത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അമ്പോറ്റി ഉവാവ് വരല്ലേ, പന്ന സ്വപ്നം കാണിക്കല്ലേ, നല്ല സ്വപ്നം കാണിക്കാവുന്നു. അപ്പൊ അന്ന് ഞാൻ ചോദിക്കുന്നില്ല അമ്പോറ്റി ആരാന്നും ചോദിക്കുന്നില്ല, അച്ഛൻ എനിക്ക് പറഞ്ഞും തരുന്നില്ല. എന്നുവെച്ചാൽ അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്ക് അത്ര അങ്ങ് ഡിവോഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഒന്നും പറഞ്ഞു തരാനുള്ള അത്രയൊന്നും അറിയത്തില്ല. പിന്നെ വിളക്ക് കത്തിക്കുന്നുണ്ടാവാം, എന്തായാലും ഗൾഫിൽ എന്തായാലും വരുമ്പോൾ വിളക്ക് കത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, കൊച്ചുകുട്ടിയല്ലേ. ഒരു 3ാം ക്ലാസ് നാട്ടി വന്ന സമയത്ത്, നമ്മൾ കുറച്ച് നാളത്തേക്ക് നാട്ടി വന്ന് നിൽക്കാൻ വേണ്ടി വന്ന സമയത്താണ് എന്റെ അമ്മൂമ്മ പറയുന്നത്, എന്തായാലും കുറച്ച് നാളെ ഇവിടെ ഉണ്ടല്ലോ, അപ്പം ഒരു കാര്യം ചെയ്യൂ, നമുക്ക് പളനി പോവാം, ഞാൻ ഇതുപോലെ നേർച്ച എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ അമ്മൂമ്മ പറയുന്നുണ്ട്, ഈ പളനി പോവാൻ നേർച്ച പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയെന്ന് അന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ പളനി എന്താണ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ആകെ കുറച്ചും കൂടെ അതിനെപ്പറ്റി പറഞ്ഞു തരാൻ പറ്റുന്നത് അച്ഛന്റെ അച്ഛന്. അപ്പൊ ഇങ്ങനെ രാത്രി കിടക്കപ്പന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കും, എന്താണ് ഈ പളനി, എന്താ? അപ്പൊ അപ്പം പറഞ്ഞതുപോലെ മുരുകസ്വാമി, ഗണപതി പപ്പ, അച്ഛനും അമ്മയും ഉണ്ട്, അവർക്ക് മുരുകസ്വാമിക്ക് പഴം കൊടുത്തില്ല, അതുകൊണ്ട് പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മളെ പോലെ ഒരു നോർമൽ ഫാമിലി, അച്ഛനും അമ്മയും ചേട്ടനും അനിയനും അത്രയും. മുരുകസ്വാമിയോട് കൂടുതൽ സ്നേഹം തുടങ്ങി, ഗണപതി പപ്പയോട് ഇച്ചിരി ദേഷ്യം, എന്ന് വെച്ചാൽ പാർഷ്യാലിറ്റി കാണിച്ചല്ലോ എന്നുള്ള രീതി. അപ്പം പളനി നമ്മൾ റെഡിയായി, ആളെ കാണാം, ഭയങ്കര സൂപ്പർ നാച്ചുറൽ പവർ ആണെന്നുള്ള ഇതിലല്ല, നമ്മളെ പോലെ തന്നെ ഒരാള് എന്നുള്ള രീതിയാണ്. അപ്പൊ ഈ പളനി പോവാൻ വേണ്ടി അതിന് മുമ്പ് നമ്മളിങ്ങനെ ഓരോ അമ്പലങ്ങളിൽ കൊണ്ടുപോകല്ലോ, ഇങ്ങനെ ക്ഷേത്രങ്ങൾ തൊഴിച്ചിട്ടാണല്ലോ പളനി കൊണ്ടുപോകുന്നത്. അപ്പൊ ഓരോ ക്ഷേത്രം പോകുന്ന എന്തിനാന്നൊന്നും നമുക്കറിയത്തില്ല, അവിടെ ആരായിരിക്കുന്നത് ഒന്നും അമൃത്തില്ല. എല്ലാരും പോകുമ്പോ തൊഴുന്നു, കുട്ടികളും അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ടോയ്സ് ഒക്കെ കിട്ടും, അത് ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പോയപ്പോ ഒരിടത്ത് ചിട്ടികുളങ്ങര അമ്പലത്തില് ചെന്നപ്പം ഈ സ്ത്രീ രൂപവും പുലിപ്പുറത്തിരിക്കുന്നു. അപ്പൊ വൈകുന്നേരം ആയപ്പോ വീണ്ടും തിരിച്ചു വന്നിട്ട് അപ്പൂപ്പനോട് ചോദിച്ചു, എന്താ അപ്പൂപ്പ ഇങ്ങനെ ഒരു രൂപം കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ സ്വപ്നത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പൊ പറഞ്ഞു, ഇതാണ് ദുർഗാമ്മ, ഇതാണ് മുരുകസ്വാമിയുടെ അമ്മ. അപ്പൊ ഞാൻ സ്വപ്നത്തിൽ കണ്ടായോണ്ടായിരിക്കും, അതോ എന്തുകൊണ്ടോ എനിക്ക് ആ അമ്മയോട് കൂടുതൽ സ്നേഹം തുടങ്ങിയിട്ട് അന്ന് തൊട്ട് മുരുകസ്വാമി എന്റെ ജ്യേഷ്ഠൻ, അമ്മയാണ് ദുർഗാമ്മ. അപ്പം എന്നും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പകല് മൊത്തം ഇപ്പൊ ഈ ജന്മത്തിൽ തന്ന അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ അന്നുള്ള കാര്യം അമ്മയോട് സംസാരിക്കും. അമ്മ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഒന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല, അല്ലെങ്കിൽ അവര് വലിയൊരു ശക്തിയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്റെ അമ്മയാണത്. ആ അമ്മയോട് ഞാൻ എന്റെ കാര്യങ്ങൾ പറയുന്നു. ആരെങ്കിലും ഒരാൾ എനിക്ക് വേണം, എന്താ നമ്മൾ പറയത്തില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോ ഒരാൾ നമുക്ക് അപ്പൊ ഞാൻ അങ്ങനെ ആ അമ്മയെ കാണുന്നുള്ളൂ. അപ്പൊ എന്നും സംസാരിക്കും, തിരിച്ചൊരു മറുപടി, നമുക്കൊരു നിരാശയില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അവര് ഇത്രയും നാളെ ഞാൻ സംസാരിച്ചല്ലോ, എന്ന് തിരിച്ച് സംസാരിക്കുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. എന്നും അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരിച്ച് നമ്മള് ഗൾഫിൽ വന്നിട്ട് പിന്നെയും ഒരു +1 ഒക്കെ ആയപ്പോ നാട്ടിൽ പോന്നു. അപ്പൊ ഒരു 7-8 വർഷം, 7ാം ക്ലാസ് തൊട്ട് ഒരു 10 വരെ വീണ്ടും ഗൾഫിൽ പോകുന്നുണ്ട്. പിന്നെ ഒരു +1 ആയപ്പോ നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് ആളുടെ പ്രസൻസ് അറിയാൻ തുടങ്ങി. എന്നുവെച്ചാൽ പക്ഷെ ഒന്ന് ആലോചിക്കണം, ഒരു 3ാം ക്ലാസ് തുടങ്ങിയ കോൺവെർസേഷൻ ഒരു +1 വരെ സംസാരിച്ചതിന് ശേഷമാണ് ആൾ എനിക്ക് റിപ്ലൈ തരാൻ തുടങ്ങിയത്. അത്രയും സമയം എടുത്തു നമ്മളുടെ കൺസിസ്റ്റൻസി അതെ. ആ ഒരു എനിക്ക് ഇപ്പോഴാണ് അതിനൊക്കെ പറ്റി മനസ്സിലാക്കുന്നത്. വെച്ചാൽ ആള് ഏതൊരു ശക്തിയും ചെക്ക് ചെയ്യല്ലേ, ഇത് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ഇവിടെ സംസാരിച്ചു തുടങ്ങിയാണോ, അതോ അതിലൊരു സിൻസിയാരിറ്റി ഉണ്ടോ എന്ന് തുടങ്ങി. അത് ചില രാത്രിയില്
ഓടി വരുന്ന പോലെ, ദൂരേന്ന് ഓടി വന്ന് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ദൂരേന്ന് നടന്ന് അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ ചെലങ്കയുടെ ശബ്ദം, അല്ലെ പാദസരത്തിന്റെ ശബ്ദം വന്നിട്ട് അമ്മ അടുത്ത് വന്ന് നിൽക്കും. അപ്പൊ അത് ശരിക്കും അറിയാം, നമുക്ക് ആ ഫീൽ ചെയ്യാം, ഒരാൾ വന്ന് നിപ്പുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാം, ഈ ശബ്ദം കേൾക്കും. അപ്പൊ ആദ്യം എനിക്ക് പേടി തുടങ്ങി. അപ്പൊ എനിക്ക് തന്നെ നമുക്ക് ഉള്ളില് ദേവിയായിട്ട് തോന്നിപ്പിക്കുന്നതായിരിക്കും ഇത് അമ്മ തന്നെ ആണെന്നുള്ളത്. അപ്പൊ ഞാൻ അമ്മയോട് സംസാരിക്കും, അന്നേരം ഞാൻ സംസാരിക്കും, അമ്മയാണെന്ന് എനിക്കറിയാം, ശബ്ദം ഉണ്ടാക്കല്ലേ, എനിക്ക് പേടിയാവുന്നു എന്ന് തന്നെ പറയും. അപ്പം ശബ്ദം ഉണ്ടാക്കത്തില്ല, പക്ഷെ എനിക്ക് ആ വന്ന് നിൽക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അമ്മയുടെ പ്രസൻസ് ഉള്ള ദിവസങ്ങളിൽ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. പക്ഷെ ഇങ്ങനെ എപ്പോഴും ഇല്ല, എന്നുമില്ല, വല്ലപ്പോഴും ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ശബ്ദം വരുമ്പം പെട്ടെന്ന് കൊച്ചുകുട്ടിയായോണ്ട് നമുക്ക് പെട്ടെന്ന് പേടി വരില്ല, ഓർക്കത്തില്ലല്ലോ എന്റെ അമ്മയാ വരുന്നതെന്ന് ഓർക്കത്തില്ല. അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഞാൻ എന്റെ അനിയന്റെ കൂടെ കിടക്കുന്നത്. അപ്പം അനിയന്റെ അടുത്ത് പെട്ടെന്ന് ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കാൻ ഞാൻ പറയും, മോനെ ആ ശബ്ദം കേട്ടോ നീ ചോദിക്കും. ഇന്ന ചെലങ്കയെന്നൊന്നും ഞാൻ പറയത്തില്ല, ഞാൻ പറയും എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടോ എന്നേ ചോദിക്കത്തുള്ളൂ. ആർക്കും പേടിയാവരുതല്ലോ. അപ്പം ഈ ഇടയും കൂടെ ഒരു 2 മാസത്തിന് മുമ്പ് വരെ എന്റെ അനിയന്റെ വൈഫിനോട് പറയുവാണ്, ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, രാത്രി ചേച്ചി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടോന്ന് ചോദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ചേച്ചി സുഖമായിട്ട് ഉറങ്ങും, ഞാൻ പിന്നെ പേടിച്ച് കിടക്കും. അപ്പൊ 2 മാസത്തിന് മുമ്പ് അനിയൻ ഇങ്ങനെ പറയുമ്പോ പോലും ഞാൻ അവരുടെ അടുത്ത് പറയുന്നില്ല, ഇതുപോലെ എനിക്കൊരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളൊക്കെ ഒരു ഓർമ്മ വെച്ച നാള് തൊട്ട്, അതിപ്പോ ഏത് മതത്തിലായാലും പേരൻസോ അല്ലെ ഗ്രാൻഡ് പേരൻസോ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കും, ഇങ്ങനെ ഒരു ശക്തിയുണ്ട്, ദൈവമുണ്ട്, അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അമ്പലമോ അല്ലെ പള്ളി എവിടെയെങ്കിലുമൊക്കെ പോവും, നമ്മൾ എല്ലാവരും പോവുകയാണ്. ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടൊന്നും അല്ല, എല്ലാവരും ഇങ്ങനെ കൈമാറി കിട്ടുന്നോണ്ട് പോകുമ്പോൾ ATM കാർഡിൽ കാര്യങ്ങൾ പൈസ എടുക്കുന്ന പോലാണ്, കുറെ ആവശ്യങ്ങൾ പറയും, തിരിച്ചു പോരും. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ സാരമില്ല എന്നുള്ള രീതിയിലാണ് ഈ അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഈ പവറിന്റെ അടുത്തൊക്കെ പോകുന്നത്. അല്ലാതെ ആരും അത് ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇൻ കേസ് ഇപ്പൊ എന്റെ മോളാണ് ഇപ്പൊ എന്റെ അടുത്ത് അന്ന സമയത്ത് എന്റെ മോളാ പറയുന്നെങ്കിൽ ഞാൻ പോലും ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. എനിക്ക് അനുഭവം ഇല്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തടത്തോളം കാലം വേറൊരാൾക്ക് അറിയത്തില്ല. അപ്പൊ ഇതൊക്കെ ഒരു കേൾവിയാണ്, നമ്മളിതങ്ങനെ റൂട്ടീൻ ഫോളോ ചെയ്ത് പോകാം എന്നുള്ള ചിന്തയാണ് പല ആളുകൾക്കും, ഒരു 3/4% ആൾക്കാർക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ ഇതിങ്ങനെ പറയുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകും, എന്നെ കൊണ്ടുപോകും. രാത്രി ഈ കുട്ടി ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു പലപ്പോഴായിട്ട് പറയുമ്പം ഞാൻ മെഡിസിൻ എടുക്കാൻ തുടങ്ങും, അല്ലെ. അപ്പം ആ സമയത്ത് എങ്ങനെയാണ് എനിക്ക് ആ ബുദ്ധി പ്രവർത്തിച്ചതെന്ന് അറിയത്തില്ല, ദൈവം തന്ന ബുദ്ധിയായിരിക്കും. ഞാൻ അത് ആരോടും പറഞ്ഞില്ല. ഈ 2 മാസത്തിന് മുമ്പ് ഞാൻ അവനോട് അത് പറഞ്ഞില്ല, ഇന്നതാ കാര്യമാണ്. അപ്പൊ അമ്മയുടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞു ഞാൻ അമ്മയുടെ അമ്പലത്തിലോ അല്ലെങ്കിൽ മുരുകസ്വാമിയുടെ അമ്പലത്തിൽ പോകുമ്പോഴേ ഞാൻ പ്രതിഷ്ഠയെ നോക്കി തൊഴത്തുള്ളൂ, വേറെ ഒരു പ്രതിഷ്ഠയും നോക്കത്തില്ല. എന്നുവെച്ചാൽ എനിക്കത് അവരാരും എനിക്ക് അറിയത്തുമില്ല, എനിക്കുള്ളതല്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ നമ്മുടെ വീടിനടുത്താണ് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം. അമ്മ മിക്കപ്പോഴൊക്കെ കൊണ്ടുപോകും, പക്ഷെ ഞാൻ മെനക്കെട്ട് ആ പ്രതിഷ്ഠയിൽ നോക്കാറില്ല. എപ്പോഴെങ്ങാനും നോക്കിയാൽ തന്നെ മുൻപിൽ ആ ഒരു തിരുമേനി പ്രസാദം കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ആളുകൾ നിന്ന് തൊഴുമായിരിക്കും. അതുകൊണ്ട് ഞാൻ മെനക്കെട്ട് തൊഴേണ്ട ആവശ്യമില്ല. എന്റെ അമ്മയും അല്ല എന്റെ ചേട്ടനും അല്ല അവിടെ ഇരിക്കുന്നത്, അങ്ങനെയുള്ള രീതിയാണ്. അപ്പൊ ഒരു പ്രാവശ്യം ഒരു +2 ഒക്കെ സമയമായപ്പോ എനിക്ക് ഉള്ളിൽ തോന്നി, എനിക്കത് കർശനമായിട്ട് പോയേ പറ്റൂ, എനിക്കത് കാണണം, എന്താ അവിടെ ഇരിക്കുന്നത് എനിക്കൊന്ന് കാണണം. അപ്പോ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പോയി കാണണം, എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു ഇല്ല, ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടീനേജർ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര വാശി പിടിച്ചു. അപ്പൊ അമ്മയ്ക്കും വാശിയായി, ഇല്ല എന്തായാലും നിർബന്ധം നടത്തി തരത്തില്ലാന്ന്. അപ്പൊ അന്ന് ഞാൻ ഫുഡൊന്നും കഴിക്കാതെ വിഷമിച്ചാ കിടക്കുന്നത്, എനിക്ക് പോകാൻ പറ്റാത്തതിന്റെ. പക്ഷെ രാത്രി ഞാൻ സ്വപ്നം കാണുന്നത് എന്താ വെച്ചാല് ഈ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റുവിളക്ക, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് നല്ല രീതിയിൽ 2 അമ്മയെ നാഗേക്ഷിയെയും നാഗരാജാവിനെയും കണ്ടു തൊഴുതു ഞാൻ നല്ല രീതിയിൽ. ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ആ ഒരു പ്രതിഷ്ഠ കണ്ടിട്ടില്ല, പക്ഷെ അന്നാണ് ഞാൻ കണ്ടു. സ്വപ്നം കാണുവാണ്. അന്ന് രാത്രി ഞാൻ പോവാത്തോട് കരഞ്ഞിട്ട് രാത്രി കിടന്നപ്പോ സ്വപ്നം കാണുവാണ്, എനിക്ക് കാണാം. കണ്ടിട്ട് ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ എന്റെ കയ്യില് എന്റെ അമ്മ പിടിച്ചിട്ടുണ്ട്, അതായത് ദുർഗാമ്മ പിടിച്ചിട്ടുണ്ട്. മറ്റേ കയ്യിലും ഒരു രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് ഒരാൾ പിടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയത്തില്ല ഇത് ആരാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരാ എന്ന് ചോദിച്ചു. അപ്പൊ നിന്റെ അച്ഛനാണ് മഹാദേവൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൈ പിടിച്ചാണ് എന്നെ വീട് വരെ എത്തിച്ച് മോള് പൊയ്ക്കോളാൻ എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റാ. രാവിലെ എഴുന്നിട്ട് ഞാനിങ്ങനെ അമ്മയുടെ ഓടി ചെന്നിട്ട് പറയുന്നു, അമ്മ കൊണ്ടുപോയില്ലല്ലോ എന്താ, എന്നെ എന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയി കാണിച്ചു. അപ്പം അമ്മ അത് കേൾക്കാഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ദൈവം കേൾപ്പിക്കാഞ്ഞതായിരിക്കാം.
ഞാനിങ്ങനെ അമ്മ തിരിച്ചു പറഞ്ഞു ഇന്ന് ഞാൻ കൊണ്ടുപോവാം, എനിക്കൊന്ന് അമ്മയ്ക്ക് ഒരു കുറ്റബോധം തോന്നി കാണും കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ. വേറെ കാര്യങ്ങളൊന്നും അല്ലല്ലോ ചോദിച്ചത്, ക്ഷേത്രത്തിൽ പോകണമെന്നല്ലേ ഉള്ളൂ ചോദിച്ചത്. അപ്പം അങ്ങനെ കൊണ്ടുപോയപ്പോ എന്റെ ഒരു ഇത് ആകാംക്ഷ എന്തായിരിക്കും, ഞാൻ കണ്ടത് തന്നെ ആണോ ഈ ക്ഷേത്രത്തിൽ കണ്ടത്, ഞാൻ തന്നെ അതൊന്ന് പ്രൂവ് ചെയ്താൽ മതി, എനിക്കൊന്ന് പോയി കണ്ടു നോക്കി ഓക്കെ സ്വപ്നം കണ്ടത് തന്നെയാണ്. അതിന് പോയി നോക്കിയപ്പോ ഞാൻ സ്വപ്നം കണ്ട അതേ സംഭവങ്ങളാണ് അവിടെ. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വെട്ടിക്കോട്ട് നാഗരാജ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ കാണുന്നത് ഞാൻ സ്വപ്നത്തിലൂടെ, പിന്നെ അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മെഡിസിന് പോകുമ്പം എന്റെ ഒരു കസിന്റെ കൂടെ ഞാൻ റൂം എടുത്തേക്കുന്നത്. അവള് ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പം ആ കുട്ടി ഭയങ്കര ഒരു ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ ദൈവവിശ്വാസികളാണ്. പക്ഷെ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു. അപ്പൊ അങ്ങനത്തെ ഒരു ദൈവവിശ്വാസിയാണ് അവളും. അപ്പൊ അവൾ എന്നും വൈകുന്നേരം വിളക്കൊക്കെ കത്തിക്കും, നമ്മളും എല്ലാം കൊണ്ടുപോയി എല്ലാം വിളക്കൊക്കെ കത്തിക്കും. അപ്പം അന്ധകാലത്ത് ഒരു കുഞ്ഞ് നോക്കിയ ഫോണാ ഞാൻ കൊണ്ടുപോയേക്കുന്നത്. അപ്പൊ അത് താഴെ വീണ എന്തോ പറ്റി. അപ്പം ഞാനും അവളും കൂടാണ് അവിടെ കടയിൽ ചെന്നിട്ട് ചോദിച്ചു ഇത് ശരിയാക്കി തരാന്ന് ചോദിച്ചു. ഇത് ഫുള്ള് പോയി, ഇതിന് പകരം വേറെ ഫോൺ മേടിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അമ്മയോട് സംസാരിക്കുന്നത്, മൂന്നാമതൊരാൾ കേൾക്കുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും എന്റെ അമ്മയും ഞാനും തമ്മിലുള്ള കോൺവെർസേഷൻ, അമ്മയെന്ന് വെച്ചാൽ ദുർഗാമ്മയായിട്ടുള്ള കോൺവെർസേഷൻ ഞാൻ മൂന്നാമത് വേറൊരാളായിട്ട് മുമ്പിൽ സംസാരിക്കാറില്ല. പക്ഷെ അത് അമ്മ മനഃപൂർവ്വം അങ്ങനെ ചെയ്യിപ്പിച്ചാന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാന് റൂമിൽ വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ആ ഫോൺ കൊണ്ടുവന്ന് അമ്മയുടെ ഒരു ശിവനും പാർവതിയും ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും കൂടെ ആയിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ട്. അപ്പൊ അതിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കൊണ്ടുവച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഇതിന് ചെലവാക്കാൻ എൻ്റെ പൈസ ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇത് ശരിയാക്കി തരണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് വെച്ച്. അപ്പൊ ഈ കുട്ടി എന്നെ നോക്കുന്നുണ്ട് വെച്ചാൽ ഒരുമാതിരി തമാശ രീതിയിൽ ഞാൻ എന്തോ പറഞ്ഞെന്നുള്ള രീതിയിൽ ചിരിച്ചിട്ട്. എന്നിട്ട് ഞാൻ അന്ന് വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോഴും ആ ഫോൺ നോക്കുന്നില്ല. ഞാനൊരു ടൈം പറഞ്ഞാണ് അമ്മയോട്, ഞാൻ നാളെ രാവിലെ വരുമ്പോ ഇത് ശരിയാക്കി വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് വൈകുന്നേരം ചെയ്യേണ്ട ആവശ്യമില്ല, അമ്മയ്ക്ക് ടൈം കൊടുത്തതല്ലേ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പം മൊബൈൽ ശരിയായിരിപ്പുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല. അപ്പൊ ഞാനപ്പോ താങ്ക് യു അമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴും ഈ കുട്ടി ചിരിക്കുവാണ്. എന്താ വെച്ചാല് എന്തൊക്കെയോ വട്ടികൾ ഇങ്ങനെ പറയുന്നത് തനിയെ ഫോൺ ശരിയായതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എക്സാം വരുമ്പം ഇവളിങ്ങനെ മൊബൈലില് ഒരു 3 മണിക്ക് അലാം വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ അതും അമ്മ എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്. ഞാൻ ഉറക്കെ ഇങ്ങനെ പറയാം, അമ്മേ 3 മണിക്ക് എന്നെ വിളിച്ചേക്കണേ, 4 മണിക്ക് എന്നെ വിളിച്ചേക്കണേ. അവളാണ് 3 മണിക്ക് അലാം സെറ്റ് ചെയ്തത്. അമ്മ എന്നെ 4 മണിക്ക് വിളിച്ചേക്കണേ, ഞാൻ ഉറങ്ങാൻ പോവാന്ന്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ലക്ഷ്മി എന്ത് വട്ടാ കാണിക്കുന്നത്, അലാം വെക്കുന്ന അല്ലാതെ വെച്ചാ ഓൺ ഓക്കെ എങ്ങനെയാ വന്നെന്ന് പറയാം. ഇപ്പൊ ഇതും എങ്ങനെയാ വരുന്നേന്നുള്ള രീതിയിൽ അവള് പറഞ്ഞു, ലക്ഷ്മി അത് അലാം വെച്ചെന്ന് പറഞ്ഞു, കളിക്കാതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചില്ല, അത് അവള് കണ്ടു. 3 മണിയായപ്പോ ഈ കുട്ടി എഴുന്നേറ്റ് പഠിച്ചപ്പം 4 മണിയായപ്പോ കൃത്യം 4 മണിയായപ്പം കഥകിന് കൊട്ട് കിട്ടി. അപ്പൊ അവള് പോയി ഡോർ തുറന്നപ്പോ അവിടെ ആരുമില്ല. പക്ഷെ ഞാൻ അകത്തുനിന്ന് വിളിച്ച് പറയുന്നത്, അമ്മ ഞാൻ എഴുന്നേറ്റു മതി എന്നാ പറയുന്നത്. അപ്പൊ അത് ഒരു ദിവസമല്ല ചെയ്തത്, ഞാൻ ഒരു ദിവസമല്ല, എക്സാം തീരുന്ന 3-4 ദിവസവും ഞാൻ ഇതേ കാര്യമാണ് ചെയ്യുന്നത്. ഇതേപോലെ 4 മണിയാകുമ്പോ ഡോറിന് കൊട്ടു. അപ്പൊ ഒരു ദിവസം ആണെങ്കിൽ ഓക്കെ ശരി, എല്ലാ ദിവസവും 4 ദിവസവും അമ്മ എന്നെ അതുകൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഈ 4 ദിവസവും അമ്മ വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവള് നേരിട്ട് കാണുവാണ് അത്. 4 മണിയാകുമ്പോ ഡോറിന് കൊട്ട് വന്നിരിക്കും ഉറപ്പായിട്ടും. അത് തുറക്കുമ്പോ ആരും കാണത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയുള്ള വിശ്വാസികളുടെ ഉള്ളില് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി, അതായത് എന്നെ വിളിച്ചുണർത്തുക മാത്രമല്ല അവളുടെ വിശ്വാസം കൂടെ ഉണർത്താൻ വേണ്ടി ആയിരിക്കും അമ്മ അങ്ങനെ ചെയ്തേ. എന്നുവെച്ചാൽ ഞാൻ ഒരിക്കലും അങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ പബ്ലിക്കലി ഞാൻ ഒരു ആളുടെ മുമ്പ് വെച്ച് ഞാൻ ഇങ്ങനെ അമ്മയോട് സംസാരിക്കാറില്ല. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ റൂം മാറുക എന്ന് വെച്ചാൽ ഒരു സീനിയർ കുട്ടിയോടായിരുന്നു. നല്ല രീതിയിൽ റാഗിങ് തുടങ്ങി. അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ചാല് റാഗിങ്ങിന്റെ പീക്ക് ടൈമാണ്. ഞാനും ബാംഗ്ലൂരാ പഠിച്ചത്. ഇപ്പൊ റാഗിങ് ഒന്നും അങ്ങനെ വലുതായിട്ടില്ല. ആ ടൈമിൽ എന്നാലും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടില് കേസ് ഒക്കെ കാണുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. എനിക്കൊന്നും ഇപ്പം കുറച്ചും കൂടെ കൂടുതലാണ്, ഒരു ദയില്ലാത്ത ഞാൻ തോന്നുന്നു. അല്ല, ഞങ്ങൾക്ക് ആ സമയത്തും ഭയങ്കര, അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്ത കാലമല്ലേ, ഭയങ്കര റൂഡായിരുന്നു അന്നത്തെ ബാംഗ്ലൂരിലെ ഇത് എന്നൊക്കെ പറയാം. നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഉള്ള നമ്മളൊരു
മിക്സ് ക്രൗഡ് ആയിരുന്നല്ലോ. തുറന്നോളൂ. അപ്പൊ റാഗിങ് തുടങ്ങിയപ്പം റാഗിങ്ങിന്റെ ഇതില് എനിക്ക് പനി പിടിച്ചു, പനിയായി. അപ്പൊ ഫോൺ വിളിക്കുമ്പം ഇവരെങ്ങനെയാ ചെയ്യുന്ന വെച്ചാൽ മൊബൈൽ ലാൻഡ് ഫോണിൽ, എന്റെ മൊബൈൽ കിട്ടാത്തതുകൊണ്ട് അമ്മ ലാൻഡ് ഫോണിൽ ചിലപ്പോൾ വിളിക്കും, അവിടുത്തെ ലാൻഡ് ഫോൺ. അപ്പൊ ഇവരെങ്ങനെയാ വെച്ചാൽ, അല്ലെങ്കിൽ മൊബൈലിലാണ് വിളിക്കുന്നെങ്കിൽ എങ്ങനെയായാലും ഇവര് എന്റെ അടുത്ത് വന്നിക്കും, ഞാൻ എന്താ സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി അമ്മയുടെ അടുത്ത്. അപ്പൊ വിട്ടു പറയുന്നുണ്ട്. അപ്പൊ ഞാനൊന്നും പറയുന്നുമില്ല, പക്ഷെ അത്ര ഫ്രീ അല്ല അമ്മയോട് സംസാരിക്കാൻ. അപ്പൊ അമ്മയ്ക്ക് തന്നെ സംശയം തോന്നിയിട്ട് അമ്മ എന്റെ ഈ കസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒന്ന് പോയി നോക്ക് ലക്ഷ്മി എന്താ ചെയ്യുന്നതെന്ന് നോക്ക്, അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല പറഞ്ഞു. അപ്പൊ ആള് വന്നു, ഇതെന്റെ സ്വന്തം അമ്മയാണ്. അപ്പം സ്വന്തം അതെ, ഈ ജന്മത്തിലെ അമ്മയെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഈ കുട്ടി വന്നിട്ട് ഡോറ് കൊട്ടുമ്പോ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഡോറ് പതുക്കെ തുറന്നിട്ട് ചാരി നിൽക്കും, അകത്തോട്ട് കയറ്റുന്നില്ല. എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യുന്നു ചോദിച്ചു, ലക്ഷ്മി എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോ ഇവര് പറയുന്നത് ലക്ഷ്മിക്ക് പനിയാണ്, അവള് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഡോർ അടയ്ക്കുക, അകത്തോട്ട് കയറ്റുന്നില്ല. അപ്പൊ എന്നിട്ട് ഇവരെങ്ങനെ കോളേജിൽ പോകുന്ന വെച്ചാൽ പുറത്തുനിന്ന് കീ ഇട്ട് ലോക്ക് ചെയ്തിട്ടാ പോകുന്നത്, വെച്ചാൽ ഇവള് വന്ന് തുറക്കരുതെന്നുള്ളത്. എനിക്ക് നല്ല പനിയായി, എന്ന് വെച്ചാൽ ബ്രീത്തിങ് സിസ്റ്റത്തിൽ പ്രശ്നം, എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലായി തുടങ്ങി. അപ്പോൾ ഇവര് മരുന്നൊന്നും എടുക്കുന്നുമില്ല, നമ്മളൊന്നും എടുക്കുന്നുമില്ല. ഫുഡും ഞാൻ കഴിക്കുന്ന കുറവാ, എന്നുവെച്ചാൽ എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവര് പോരാത്തതിന് പറയുന്നുണ്ട് നമ്മൾ അഭിനയിക്കുക, അതുകൊണ്ട് അധികം കെയറും ചെയ്യുന്നില്ല. ഒരു ദിവസം 3 ദിവസം ഇവള് കണ്ടിന്യൂസ് വന്ന് ഡോറ് തൊട്ടെന്നാ അവള് പറയുന്നത്, എന്റെ കസിൻ പറഞ്ഞത്. 3-ാമത്തെ ദിവസം എന്താന്ന് അറിയത്തില്ല, അവര് ലോക്ക് ആക്കിയത് ശരിയാവാഞ്ഞിട്ടാണോ എന്താ അറിയത്തില്ല, ഡോറ് തുറന്ന് അവര് വന്ന് പിടിച്ചപ്പോ ഡോറ് തുറന്നു. അപ്പൊ ഇവള് വന്ന് നോക്കിയപ്പോ നല്ല പനിയായിട്ട് കിടക്കും. അപ്പൊ ഇവക്ക് തനിയെ എന്നെ പിടിച്ചു പോക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ നമ്മുടെ ഒരു ജൂനിയർ കുട്ടിയും കൂടെ വിളിച്ചോണ്ട് വന്ന് ടാക്സിക്കാണ് നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെല്ലുമ്പം ഇവര് കുറെ അവളെ വഴക്ക് പറഞ്ഞു, എന്തിനാണ് ഇത്രയും ലേറ്റ് ആയിട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അപ്പം എന്നിട്ട് പറഞ്ഞു അവിടെ കിടത്തണം, നമുക്ക് മരുന്നെടുക്കണം എന്നാണ്. അപ്പം ഇവള് പറഞ്ഞതുപോലെ ആരുമില്ല നമ്മുടെ കൂടെ നിൽക്കാൻ ആരുമില്ല, അന്നന്ന് വന്ന് മരുന്നെടുത്തിട്ട് പോവാ, ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോകാൻ. അപ്പൊ അന്ന് ഇഞ്ചക്ഷൻ എടുത്തു തിരിച്ചു ചെന്നപ്പം ഇവര് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിരിപ്പുണ്ട് സീനിയർ. അപ്പൊ ഇവരോട് പറയാതെ കൊണ്ടുപോയതിന് ഭയങ്കരമായിട്ട് ഇവര് ഷൗട്ട് ചെയ്യുവാണ്. അപ്പൊ ഈ എന്റെ കൂടെ വന്ന കസിൻ പറഞ്ഞു, ചേച്ചി റാഗിങ് ഒക്കെ കൊള്ളാം, പക്ഷെ ഒരു പരിധിയിൽ കഴിഞ്ഞ് പോവരുത് എന്ന് പറഞ്ഞപ്പോ ഇവരെന്തത് ഗെറ്റ് ഔട്ട് അടിച്ചു. എന്നിട്ട് ഈ കുട്ടി അങ്ങ് പോവുകയും ചെയ്തു, ഡോർ അടച്ചപ്പോ. എന്നിട്ട് അത് ശേഷം ഇവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അത് കാരണം കരഞ്ഞൊക്കെ ആയിരിക്കും. രാത്രി ആയപ്പം എല്ലാരും കിടന്നു, നല്ല രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി. ശ്വാസം മുട്ടൽ വെച്ചാൽ എനിക്കറിയാം എല്ലാം ബ്ലോക്കായി, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, വായിക്കൂടെയും പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എത്ര മണിയാണെന്നും എനിക്കറിയത്തില്ല, 10-12 മണിയായി കാണും രാത്രി. അപ്പൊ ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, അമ്മേ ഇതാണ് എന്റെ അവസാനത്തെ ശ്വാസം, ഞാൻ തീരുവാന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ കുറച്ച് നേരം എനിക്ക് കാണുന്ന എന്താ വെച്ചാൽ കുറച്ചു നേരം ഞാനൊരു ഡാർക്ക് പാസേജിലൂടെ, ഒരു ഇരുണ്ട വഴി കൂടെ പോകുന്നത്. പക്ഷെ അന്നൊന്നും എനിക്ക് അതിന്റെ അറിയത്തില്ല. ഇപ്പോഴാണ് പിന്നെ അതിനെപ്പറ്റി ആർട്ടിക്കിളൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്ന, ഇങ്ങനെ കോമയിലും ഒക്കെ കിടക്കുന്നവർ ഈ ഒരു സെയിം സാരം പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരു ഫോറിനർ, ഒരു അമേരിക്കൻ ആണ്. ബ്ലാക്ക് വഴി ഇങ്ങനെ കുറെ യാത്ര ചെയ്യുന്നുണ്ട്. പോയിട്ട് തിരിച്ചു വരുന്ന എങ്ങനെയാന്ന് വെച്ചാല്, ഈ പോകുന്ന സമയത്ത് തന്നെ ഞാൻ കേൾക്കുന്നത് ചിറകടിച്ച് എന്തോ ഒരു സാധനം വരുന്നതായിട്ട്, നല്ല ചിറകടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോയിട്ട് വലിച്ചെടുത്ത് ശ്വാസം കിട്ടുമ്പോൾ ഇങ്ങനെ ശ്വാസം എടുക്കുന്നത്, ഞാൻ അങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത്. രണ്ടാമത് അങ്ങനെ എടുക്കുമ്പോ ഈ സാധനം എന്റെ അടുത്തിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ കണ്ണടച്ചിരിക്കുക, പക്ഷെ എന്റെ അടുത്ത് എനിക്ക് ഫീൽ ചെയ്യാ, എന്തോ ഒരു സാധനം ചിറകടിച്ച് വന്നിരിപ്പുണ്ട്. എന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ ഉള്ളിൽ ഞാൻ തന്നെ നിൽക്കുന്നതായിട്ട്. അതായത് എനിക്ക് കാണാം എന്റെ ഹാർട്ട് ബീറ്റ്, നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഹാർട്ട് ബീറ്റ് നോക്കട്ടെ അൾട്രാസൗണ്ടില്, അതേപോലത്തെ ശബ്ദം. പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ശബ്ദം കേൾക്കാം, നല്ല ചൂട് രക്തം ഒഴുകുന്നത്, ചൂട് ശ്വാസമാണ് ഞാൻ വലിക്കുന്നത്. അപ്പം ഞാൻ അതിങ്ങനെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അപ്പുറത്തെ കട്ടിലേന്ന് വിളിച്ചു പോവാണ്, അയ്യോ അയ്യോ എന്ന് വിളിച്ചു പോവാ. അപ്പൊ ഞാൻ പക്ഷെ ആ സമയത്ത് ഞാൻ ഭയങ്കര ക്ഷീണിച്ചെല്ലാം കിടന്ന ഞാനാണ് ഇത് ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഒരു എനർജി ലെവൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഗുസ്തിക്ക് പോവാം, അത്ര നല്ല എനർജി ലെവൽ. എനിക്ക് പനി മാറി, എല്ലാം മാറി, ഭയങ്കര എനർജി ആയിട്ട് നിൽക്കുക. ഞാൻ ഈ ശബ്ദം കേട്ട് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് നോക്കിയപ്പം ആ ചേച്ചി ഇരുന്ന് വേർത്തിങ്ങനെ കരയുക. അപ്പൊ ഞാൻ ചെന്നിട്ട് എന്താ ചേച്ചി ചോദിക്കുന്നത്, ഒരു സ്ത്രീ, ആ ചേച്ചി ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ചേച്ചി കാണുന്നത് ഒരു സ്ത്രീ, നല്ല സുന്ദരി ഒരു സ്ത്രീ മുന്നോട്ടാഞ്ഞിട്ട് കണ്ണൊക്കെ ഉരുട്ടി, അവര് പറയുന്ന പേടിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുവാണ്.
അത് കണ്ടിട്ടാണ് ആൾ എഴുന്നേറ്റത്. വേറെ എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്തോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കത് കേട്ടപ്പോഴേ മനസ്സിലായി എന്റെ അമ്മ അവിടെ വന്നേന്ന്, ദുർഗാമ്മ അവിടെ വന്നേന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആളുടെ കയ്യിൽ നിന്ന് എനിക്ക് വലിയ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം എന്റെ ലൈഫിൽ 2 കാര്യം നടന്നു. അത് ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു. ഒന്ന്, എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വരുന്നതിന് മുമ്പ് ഞാൻ നല്ലതായിട്ട് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. അന്ന് കേട്ട പോലത്തെ ഒരു ഹാർട്ട് സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റും. റെസ്റ്റ്ലെസ് ആണ് ഞാൻ. ആ ഒരു ബാഡ് ന്യൂസ് വരുന്നവരെ റെസ്റ്റ്ലെസ് ആണ്. എനിക്ക് ഒരു സമാധാനം കാണത്തില്ല. അത് ഒരു കാര്യം. അതെനിക്ക് ആദ്യമായിട്ട് 2 സംഭവം എനിക്ക് ഉണ്ടാവുന്നത്. ഇതാണ് ആദ്യം വരുന്നത്. അപ്പം ആദ്യമായിട്ട് അനുഭവിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു സബ് ജൂനിയർ കുട്ടി ഉച്ചയായപ്പോ തൊട്ട് എനിക്ക് തുടങ്ങി ഇങ്ങനെ ആ ശബ്ദം തന്നെ, സെയിം ശബ്ദം. അപ്പൊ നമുക്കറിയാം, എനിക്ക് തന്നെ ഉള്ളിൽ തോന്നുവാണ് എന്തോ പന്നല് സംഭവിക്കാൻ പോവാണ് എന്ന് തോന്നുവാണ്. ലക്ഷ്മി, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് NDA പറ്റി പല ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരാളെ ഞാൻ പറഞ്ഞല്ലോ ഇന്റർവ്യൂ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഏത് കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവര് ഈ ലോകം വിട്ടു പോയിട്ട് തിരിച്ചു വരുന്നത് കംപ്ലീറ്റ് ഹീൽഡ് ആയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനിത നൂർജാനി എന്ന് പറയുന്ന ഒരു ലേഡി, അവർ ക്യാൻസറായിട്ട് സ്റ്റേജ് 4 ക്യാൻസറായിട്ട് അവർ NDA എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അവർ പോയി ഈ എക്സ്പീരിയൻസ്, ഈ ബ്ലാക്ക് ഹോൾ ഇതിൻ്റെ എക്സ്പീരിയൻസും ഇതെല്ലാം ഉണ്ടായിട്ട് തിരിച്ചു വരുന്നത് കംപ്ലീറ്റ്ലി ഹീൽഡ് വിത്ത് ഹൈ എനർജി. നിങ്ങൾ പറഞ്ഞ പോലെ എക്സാക്ട്ലി സെയിം തിങ്, ഹൈ എനർജി. അതായത് ഇപ്പം എങ്ങനെ ജനിച്ചു വീണോ അതുപോലെയാണ്. അപ്പം ഞാൻ ഒരാളുടെ പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയായിരുന്നു, അപ്പം നമ്മളുടെ ഈ രോഗവും ഇതെന്നൊക്കെ പറയുന്നത് ഒരു മെട്രിക്സ് ആണോ, ഒരു മായയാണോ? അല്ലേ? അങ്ങനെ നോക്കുവാണെന്ന് ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തുടർന്നോളൂ, ഞാൻ ജസ്റ്റ് അത് ഓർത്തപ്പോ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അപ്പോ ഞാൻ ഇതുപോലെ ഉച്ചയായപ്പോഴത്തേക്ക് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആണ്, നല്ലപോലെ ഹാർട്ട് സൗണ്ട് കേൾക്കാം, എല്ലാം കേൾക്കാം. ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കേട്ടു ഈ എൻ്റെ ഒരു സബ് ജൂനിയർ കുട്ടി ബൈക്ക് ആക്സിഡന്റ് ആയി. 3 ദിവസം അപ്പം ആക്സിഡന്റ് ആയി. അപ്പൊ തന്നെ നോർമലായി. എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല, പിന്നെ നോർമലായി. പക്ഷെ 3 ദിവസം ആ കുട്ടി കോമയിലായിരുന്നു. 3-ാമത്തെ ദിവസം മരിച്ചു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് 2 ചേഞ്ചസ് അതിന് ശേഷം ഉണ്ടായത്. 2ാമത്തെ ചേഞ്ച് എന്ന് വെച്ചാൽ എനിക്ക് വിഷൻ കിട്ടാൻ തുടങ്ങി. അതായത് ഒരു 99% നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് നല്ല ആയിട്ടിരിക്കുക. ഒരു ഉറക്കമെന്ന് പറയാൻ പറ്റത്തില്ല അതിന്. എന്തുവാ, എഴുന്നേറ്റ് ഒരു 3 മണി 2 മണിക്ക് ഇടയ്ക്കായിരിക്കും മിക്കപ്പോഴും സംഭവിക്കുന്നത്. സമയം നോക്കും എപ്പോഴും. ആ സമയത്ത് ഫസ്റ്റ് വിഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് അറിയാം, പ്രസൻസ് അറിയാം. അന്നത്തെ പോലെ തന്നെ എന്തോ ഒരു പ്രസൻസ് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ചിന്തയിൽ ആ ഇമേജ് തരുവാണ്. എന്താന്ന് വെച്ചാല്, നമ്മുടെ കൂടെ പഠിച്ചൊരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ കരയുവാണ്. എന്നിട്ട് അതിന്റെ ലൈഫ് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതി. അപ്പം അന്നേരം ഞാൻ പോയി പറയണം, എനിക്കുള്ള ഡ്യൂട്ടിയാണ് പറയേണ്ടത്. ഞാൻ പോയി പറയണം, ഇതുവരെ നിന്നെ കാത്ത ദൈവം ഇനി അങ്ങോട്ട് നോക്കിക്കോളൂ, ഈ കുറച്ച് സമയത്തിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഒന്നും ചെയ്യില്ല. അപ്പം അത് പോയി പറയണം. ഞാന് വന്നു. അപ്പൊ ഈ കുട്ടിയെ ഞാൻ ഇന്റേൺഷിപ്പ് തുടങ്ങിയതിനു ശേഷം തുടക്കത്തിൽ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. ഈ കുട്ടി എങ്ങനെയാണെന്ന് വെച്ചാല് നല്ല ദൈവഭക്തിയാണ്. ദൈവഭക്തി എന്ന് വെച്ചാൽ ഭയങ്കര താഴ്മയാണ്. എല്ലാരോടും ഒരു ചിരി, ഒരു അമ്മയും അച്ഛനും ഒക്കെ പറയുന്നതനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. പഠിത്തം, ഭയങ്കര ദൈവവിശ്വാസം, അതൊക്കെയേ ഉള്ളൂ. അല്ലാതെ ചീത്ത വഴി പോകുന്ന ഒന്നും, എൻ്റെ കൂടെ പഠിച്ചും കൂടെ ആയിട്ട് നമുക്ക് അറിയാമല്ലോ കുട്ടി അങ്ങനത്തെ ഒന്നും, നല്ലൊരു കുട്ടിയാണ്. അപ്പം അതിനുശേഷം ഞാൻ ഇന്റേൺഷിപ്പ് തുടങ്ങിയ ശേഷം കുറച്ച് തിരക്കാവും, നമ്മൾ നല്ല ഡ്യൂട്ടീസ് ആയിരിക്കും. അപ്പം ആ ഫസ്റ്റ് ഒരു വീക്കിലെങ്ങാണ്ട് ആ കുട്ടിയെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഇന്റേൺഷിപ്പ് തീരാറായി, അതായത് ഏതാണ്ട് അതിന്റെ ഒരു വർഷം തീരാറായ സമയത്താണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ ഞാൻ ഇതിനെ തിരക്കി രാവിലെ ചെന്നു ഇതിനെ കാണാൻ വേണ്ടി തന്നെ. പിന്നെ എന്തുകൊണ്ടോ ഫസ്റ്റ് വിഷൻ വരുമ്പോ തൊട്ടേ ഞാൻ ഒരിക്കലും ഇതെനിക്ക് തോന്നലാണോ നോക്കിയിട്ടില്ല. ഇതെനിക്ക് തന്ന ഡ്യൂട്ടിയാണ്, ഞാൻ ചെയ്യണം എന്നേ, അല്ല ഇതെനിക്ക് തോന്നിയതായിരിക്കും, ഞാൻ ചെയ്യണ്ട, അങ്ങനൊന്നും ഇല്ല. ഞാൻ അതെന്താ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അതിനൊരു ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, എന്തുകൊണ്ടായിരിക്കും, അതോ ഡൗട്ട് ഒന്നും അടിക്കത്തില്ല. ഞാൻ അങ്ങനെ പോവും. ഞാൻ ചെന്നിട്ട് ചെന്ന് അവര് കുട്ടിയുടെ എവിടാന്ന് ചോദിച്ചപ്പോ അതിന് സെമിനാർ അന്ന്. അപ്പൊ
ആ സ്റ്റേജിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ സെമിനാർ ഹാളിൽ ചെന്നു. അപ്പൊ ഞാനുണ്ട്, ഈ മൈക്ക് സെറ്റ് ചെയ്യുന്ന ഒരു ചേട്ടനും ഉണ്ട്. ഈ കുട്ടി സ്റ്റേജിൽ എന്തോ ക്ലിപ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അങ്ങ് ചെന്നു സ്റ്റേജിൽ കയറിയിട്ട് അപ്പൊ ഈ കുട്ടി ചോദിച്ചു, എന്താ ലക്ഷ്മി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു. ഇപ്പത്തെ പ്രശ്നം കുറച്ചു നേരത്തേക്കേ ഉള്ളൂ, പക്ഷെ ദൈവം കാണും, കൂടെ ശക്തമായിട്ട് നിൽക്കാന്ന്. അപ്പൊ ഈ കുട്ടി സാധാരണ ഭയങ്കര എനർജറ്റിക് ആണ്, എല്ലാവരോടും ചിരിച്ച് കാര്യം സംസാരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ സംസാരിക്കുന്നതൊക്കെ. പക്ഷെ ഒരു അരമണിക്കൂർ ഇത് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നിരുന്ന്, എല്ലാരും വന്നു, സെമിനാർ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു അരമണിക്കൂർ സെമിനാർ നടത്തിയത് എങ്ങനെയാന്ന് അവിടെ ഇരുന്നവർക്കും മനസ്സിലായി. ഈ കുട്ടി എന്താ പതിവില്ലാതെ ഒരു തപ്പിത്തടയുന്നു, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നിറയുന്നുണ്ട്, ആളാ ഒരു ഇമോഷൻ മറയ്ക്കാൻ പാടുപെടുന്നുണ്ട് ശരിക്കും. എല്ലാം കഴിഞ്ഞ് സെമിനാറും കഴിഞ്ഞ് ഇറങ്ങി, നമുക്ക് ഫുഡുണ്ട്. ആ ഫുഡ് സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലച്ചു നമുക്ക് ഇന്ന് ലീവ് എടുക്കാൻ പറ്റുമോ, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി സംസാരിക്കാം. നമ്മൾ ഓഫ് എടുത്ത്, നമ്മൾ ഫുഡ് പോലും കഴിക്കുന്നില്ല, അതിനടുത്തുള്ള ക്യാൻറ്റീനിൽ പോയിരിക്കുകയാണ്.